ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനെത്തുന്ന ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കാനായി ടിക്കറ്റ് എടുത്ത റെസ്റ്റോറന്റ് ഉടമയ്ക്ക് 1 കോടി രൂപ സമ്മാനം. കോട്ടയം പാമ്പാടി നഗരത്തിൽ ന്യൂ സംഘം എന്ന പേരിൽ ഹോട്ടൽ നടത്തുന്ന സന്തോഷിനാണ് ഇന്നലെ നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയിലൂടെ 1 കോടി രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രായമായ അല്ലെങ്കിൽ അസുഖബാധിതരായ ലോട്ടറി വിൽപ്പനക്കാർ ഈ കടയിലേക്ക് എത്തുകയും അവരുടെ കൈവശമുള്ള വിറ്റുപോകാത്ത ടിക്കറ്റുകൾ ഏൽപ്പിച്ചാൽ സന്തോഷ് അത് വാങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ വാങ്ങിയ ഒരു ടിക്കറ്റിനാണ് ഇന്നലെ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. കടയിൽ കാപ്പ് കുടിക്കാൻ വരുമ്പം പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ വരുന്നവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്നവർ. ഞാൻ ഇഷ്ടമുള്ള നമ്പർ 2 എടുക്കും. സ്ഥിരം തരുന്നവരുണ്ട്. സ്ഥിരം ഡെയിലി 2 ടിക്കറ്റൊക്കെ തരുന്നവരെല്ലാവരും ഉണ്ട്. 5-6 പേര് ഡെയിലി 2 ടിക്കറ്റ് തരും. ഒരു കാപ്പി കുടിച്ചിട്ട് പോകും, 2 ടിക്കറ്റും എടുക്കും. അതങ്ങനെയാണ്. അടിക്കാറുമുണ്ട്. 5000 ഒക്കെ ഇടയ്ക്ക് അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അടിക്കത്തില്ല. ഈ പ്രായമുള്ള ലോട്ടറി വിൽപ്പനക്കാർ അവർ ഉച്ച സമയത്തേക്ക് ഇവിടേക്ക് വന്നിട്ട് ടിക്കറ്റ് തീർന്നിട്ടില്ല, ഇത്രയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് താങ്കൾ എടുക്കാറാണ് പതിവെന്നാണ്? ഞാൻ എടുക്കാറുണ്ട്. പ്രായമുള്ളവർ വരും, 2:30 ഞാൻ വന്നിട്ട് തീർന്നില്ല, 10-15 ടിക്കറ്റുണ്ട്, 20 ടിക്കറ്റുണ്ട്, എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ ചേച്ചി എന്ന് പറയും. എടുക്കുമല്ല, പൈസയുടെ കിട്ടുമെന്നോ കിട്ടാഴിയോ അല്ല, അവർ ആ ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മളങ്ങ് എടുക്കും. അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരെ സഹായിക്കാൻ വേണ്ടി എടുക്കാം. അവരെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പ് 10 രൂപ ചോദിക്കാൻ കഴിയത്തില്ലാതെ അവർ ടിക്കറ്റ് വിറ്റ് ഉപജീവനമാർഗ്ഗം നടത്തുന്ന പ്രായമുള്ളവർ, മക്കളും കാണത്തില്ല, ചില മക്കളുള്ളവർ കാണും, മക്കൾ നോക്കാത്തവർ കാണും. അങ്ങനെ വരുന്നവരെ നമ്മളോട് രൂപ ചോദിക്കുന്നില്ല, ടിക്കറ്റ് എടുക്കാമെന്ന് ചോദിക്കുന്നുള്ളൂ, പൈസ ചോദിക്കുന്നില്ലല്ലോ. എന്നാലും ടിക്കറ്റ് ഞാനങ്ങ് എടുക്കും. എത്ര എണ്ണം മിച്ചമുണ്ടെങ്കിലും എടുക്കും? എടുക്കും. എത്ര ഉണ്ടെങ്കിലും എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും പൈസ കിട്ടാതെ പോയിട്ടുണ്ട്. പോകുന്നൊന്നും ആരും അറിയുന്നില്ല, കിട്ടുന്നതൊക്കെ അറിയത്തുള്ളൂ. എത്ര നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നു? ഞാൻ എൻ്റെ കടയുള്ള സമയം തൊട്ട് ഞാൻ എടുക്കാറുണ്ട്. 2 ടിക്കറ്റൊക്കെ എടുക്കാറുണ്ട്. അന്നൊക്കെ ഇത്ര എടുക്കത്തില്ല. ഈ അടുത്ത കാലത്ത് കൂടുതൽ എടുക്കും. ഒത്തിരി പേര് വരുന്നുണ്ട്. എടുക്കുന്നതോറും ആൾക്കാർ കൂടിക്കൂടി വരിക. ഇപ്പോൾ ഈ അടിച്ചിരിക്കുന്ന ടിക്കറ്റും ഒരു ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ കൈവശം ഉണ്ടാകുന്ന ടിക്കറ്റ് വാങ്ങിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ കൊച്ചിന് പുള്ളിക്കാരിക്ക് ഒരു മോളുണ്ട്. മോള് പഠിക്കാൻ മേടിക്കുക, MBBSന് പോകാൻ വേണ്ടി എക്സാം എഴുതിയിട്ട് നിൽക്കുക. അത് കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കാൻ പൈസ ഇല്ല. എന്നോട് എപ്പോഴും പറയും, കൊച്ചിന് MBBSന് പോകണം, പൈസ ഇല്ലെന്നൊക്കെ പറയും. പുള്ളിക്കാരുടെ ഭർത്താവ് മരിച്ചു. അവർ ജോലി ചെയ്തിട്ട് ഓടി നടന്ന് മഴയത്തുമൊക്കെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ടിക്കറ്റ് വിൽക്കാനൊക്കെ വരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടും പൈസ ചിലപ്പം പിറ്റേ ദിവസം വന്നായിരിക്കും മേടിക്കുന്നത്. നിർബന്ധിച്ചിട്ടിട്ടൊക്കെ പോകും. ഞാൻ എടുക്കാറുണ്ട്. പൈസ പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം അവരുടെ നിന്ന് എനിക്ക് 5000 ഒക്കെ വെച്ച് 2 പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉച്ച സമയം നല്ല തിരക്കായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, സന്തോഷം 10 ടിക്കറ്റുണ്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വേണ്ട പൊക്കോളാൻ പറഞ്ഞു, തിരക്കാന്ന് പറഞ്ഞു. എന്നാൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ എന്നാൽ ടിക്കറ്റ് എന്നെ നിർബന്ധിച്ചാണ്. ടിക്കറ്റ് ബാങ്കിൽ കൈമാറി. ഞാൻ പാമ്പാടി സർവീസ് സഹകരണ ഹെഡ് ഓഫീസ് കുറ്റിക്കലുണ്ട്. ആ ബ്രാഞ്ചിൽ കൊണ്ട് മാനേജരെ പ്രസിഡൻറ്റിനെ കൊണ്ട് കൊടുത്തു. നമ്മുടെ പിന്നെ ഇവിടെ വർഷങ്ങളോളം എൻ്റെ കടയിൽ ചിട്ടിപ്പിരിവിന് വരുന്ന ബാങ്കിലെ ഡെയിലി പിരിവിന് വരുന്ന അജി എന്ന് പറയുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആൾ. അജിയോട് എപ്പോഴും ഞാൻ തമാശ പറയായിരുന്നു, അജി എനിക്കൊരു ടിക്കറ്റ് എപ്പോഴെങ്കിലും കിട്ടുവാണേ ഞാൻ അജിയുടെ ടിക്കറ്റ് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അജി ടിക്കറ്റും കൊണ്ട് കൊടുത്ത് ഞാനും കൂടെ വരത്തില്ലെന്ന് പറയും. എനിക്ക് ഇന്നലെ അടിച്ചപ്പോഴും ഞാൻ അജിയുടെ കാര്യം ഓർത്ത് അന്ന് പറഞ്ഞ വാക്ക് ഞാൻ പുള്ളിയുടെ ടിക്കറ്റുമായിട്ട് ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. വേറെ ബാങ്കുകാർക്ക് ഞാൻ കൊടുത്തുമില്ല, അവർക്കാണ് കൊടുത്തത്. പുള്ളിയുടെ ഒരു വാക്ക് പറഞ്ഞില്ല, എന്ന് ടിക്കറ്റ് അടിക്കുന്നു അടിച്ചാൽ തീർച്ചയായിട്ടും അങ്ങയുടേതായ കൈ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ്, പുള്ളിയെ കൊണ്ട് അവിടെ കൊടുപ്പിക്കാൻ പറ്റി. മറ്റൊരു കാര്യം, ഈ കടയിൽ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, ക്യാൻസർ അടക്കമുള്ള രോഗമുള്ള ആളുകൾ വന്നാൽ ഭക്ഷണം സൗജന്യമായി നൽകാറുണ്ട്. അതൊരു ബോർഡ് പുറത്ത് വെച്ചിട്ടുണ്ട്. കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. അതെന്തിനാണ് ബോർഡ് വെച്ചിരിക്കുന്നത് വെച്ചാൽ, എനിക്ക് പേര് കിട്ടാൻ വേണ്ടി ബോർഡ് വെച്ചല്ല. ഞാൻ ഈ പേര് വെച്ചാൽ അടുത്ത വ്യാപാരികളും ഇത് കണ്ട് പഠിക്കാൻ വേണ്ടിയാണ്, അനുകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ സന്മനസ് തോന്നാനായിട്ട്. അല്ലാതെ എനിക്ക് പത്രത്തിലോ ചാനലിലോ ഇത് കിട്ടാൻ വേണ്ടിയല്ല. അവർക്ക് സാധനം പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിടുമ്പോൾ ഞാൻ കൊടുത്തു വിടാറുണ്ട്. ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇരുന്ന് കഴിക്കും. അല്ലാതെ ഇത് അടുത്തൊരു ആൾ കാണുമ്പോൾ അവന് മനസ്സിൽ അദ്ദേഹത്തിന് തോന്നണം, ഈ ചിന്ത ഉണ്ടാകണം, എനിക്കും ഇതുപോലെ ചെയ്താൽ എന്താ. അതാണ് എന്നെപ്പോലെ ചെയ്ത ഒരാൾ പാമ്പാടി വേറെ കിടക്കാറുണ്ട്. എൻ്റെ എത്ര നാൾ കൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെ ബോർഡ് വെച്ച 4-5 വർഷമാണ്. പക്ഷേ അതിന് മുമ്പ് തൊട്ട് ഓർമ്മയുള്ള എൻ്റെ അച്ഛനുള്ള കാലം തൊട്ട് ഞങ്ങൾ ആര് വന്ന് ചോദിച്ചാലും വിശന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇന്നെന്നല്ല, അച്ഛൻ ചെയ്യുന്ന കണ്ട് പഠിച്ചാൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മൗനം ചെയ്യാറുണ്ട്. ലോട്ടറിയൊക്കെ അടിച്ചു, ഇനി പുതിയ പ്ലാനിങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്ലാനിങ്ങും ഇല്ല. എന്നും പോകുന്നു അല്ല തന്നെ പോവുക. രാവിലെ വരുന്നു, വൈകിട്ട് വീട്ടിൽ പോകുന്നു, രാവിലെ വരുന്നു, വൈകിട്ട് വീട്ടിൽ. ഇതുപോലെ തന്നെ പൊക്കോട്ടെ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല, ഒന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകും. നാളെയും പോകും. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ പോകണമെന്ന് ആഗ്രഹം. വേറെ ഒരു ആഗ്രഹങ്ങളും ഇല്ല നമുക്ക്.
ഇതിനെക്കുറിച്ച് ഒരു ഇന്ന് ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എങ്ങനെ പോകുന്നത് എങ്ങനെയാണോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കച്ചവടക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ലോട്ടറി എടുക്കുന്നത് ഇനി തുടരും. അത് നമ്മളെടുക്കും. മക്കളൊക്കെ മക്കൾ എനിക്ക് 2 പേര്. മൂത്തത് മോനാ, മോളും ഉണ്ട്. മോന് പാത്താമുട്ട സെൻറ്റ് ഗീറ്റ്സിൽ പഠിച്ച് MBA പാസ്സായി. അപ്പം മോള് BSc നഴ്സിംഗ് ഫൈനൽ ഇയർ SME പഠിക്കുന്നു പത്തനംതിട്ട ചുട്ടിപ്പാറ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ പത്തനംതിട്ട ചുട്ടിപ്പാറ ഫൈനൽ ഇയർ. ഈ വർഷം മെയ് ഡിസംബർ കൊണ്ട് തീരും അവിടെ കോഴ്സ്. 2 കുട്ടികൾ. ഇത്തരത്തിൽ ലോട്ടറി എടുക്കുന്നതിനെ കുറിച്ച് കുടുംബത്തിന്റെ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ ഒരു അഭിപ്രായം എന്തായിരുന്നു? എന്നോടൊന്നും പറയാത്ത അച്ഛൻ്റെ ഞാൻ എന്ത് കാണിച്ചാലും മക്കൾ എന്നോട് ചോദിക്കത്തില്ല. വീട്ടുകാരത്തി വൈഫും അങ്ങനെ ചോദിക്കാറില്ല. ലോട്ടറി എടുക്കുന്നുണ്ടെന്ന് അറിയാതെ അത് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അമിതമായിട്ട് എടുക്കാതിരുന്ന പ്രശ്നമില്ല. നമുക്ക് നിയന്ത്രണം ഉണ്ടായാൽ മതി. അവിടെ എനിക്ക് അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി 12 വർഷം കഴിഞ്ഞ്. ഞാനും അച്ഛനോട് ഈ സ്ഥാപനം തുടങ്ങിയത്. ഞങ്ങൾക്ക് അടിച്ചെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഇതുപോലെ സന്തോഷമായിരുന്നു. മോളോട് പറഞ്ഞിട്ട് ഹോസ്റ്റലിലായിരുന്നു. മോളോട് വിളിച്ച് പറഞ്ഞിട്ട് മോൾക്കൊരു വിശ്വാസക്കുറവ് പോലെ, പിന്നെ ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് സമ്മതിച്ചു. മനസ്സിലായി, ഞാൻ നേരാ പറഞ്ഞെന്ന് മനസ്സിലായി. നിർധനരായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കുന്നതിനായി അവരുടെ കൈവശം വിറ്റുപോകാതെ ഇരിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും വാങ്ങുന്നത് സന്തോഷിന് ശീലമായിരുന്നു. അത്തരത്തിൽ ഇന്നലെ വാങ്ങിയ ടിക്കറ്റിനാണ് ഇപ്പോൾ 1ാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഈ ഹോട്ടലിലുണ്ട്. ഇവിടെ ക്യാൻസർ രോഗികളും ഡയാലിസിസ് രോഗികളും എത്തിയാൽ അവർക്ക് പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ഇദ്ദേഹം ഭക്ഷണം നൽകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേ രീതിയിൽ തന്നെ ചെയ്തു വരികയാണ്. എന്താണെങ്കിലും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് സന്തോഷ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പാമ്പാടിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.